ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈനംദിനം സ്വർഗത്തിലെ ദൈവം നമ്മെ പോറ്റി പുലർത്തി സംരക്ഷിച്ച് അനുഗ്രഹിക്കുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് ആത്മീകമായിരിക്കുന്ന ഉണർവിനെ നൽകുന്നതോടൊപ്പം ദൈനംദിനം നമ്മൾ ജീവിക്കുന്നതിന് ആവശ്യമായ ശക്തി പകർന്നു നൽകുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്രകാരം ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്, ദൈവത്തോട് കൂടെ ആയിരിക്കുന്നത്, ആ വചനം നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തെ ആസ്പദമാക്കിയാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന ഏറ്റവും ശ്രേഷ്ഠനെക്കുറിച്ച്, കർത്താവായ യേശുക്രിസ്തു എന്ന ഏറ്റവും ശ്രേഷ്ഠ ഇടയനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെയും ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഹീസ് ഓൾ ഇൻ ഓൾ. കർത്താവായ യേശുക്രിസ്തു എല്ലാത്തിലും എല്ലാമാണ്. കർത്താവായ യേശുക്രിസ്തു എല്ലാത്തിലും ശ്രേഷ്ഠനാണ് എന്ന എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജനങ്ങളെ പഠിപ്പിക്കുന്ന അപ്രകാരത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ ഏറ്റവും വലിയ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് 4-ാം അധ്യായത്തിൽ നിന്ന്, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു ശബദിനും കർത്താവാണ് എന്ന്, കർത്താവായ യേശുക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠ ശബദ് അനുസരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് തിരുവചനാടിസ്ഥാനത്തിലൂടെ ചിന്തിക്കാം. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുവചനം പറയുന്നത് പാപമൊഴികെ മറ്റെല്ലാത്തിലും കർത്താവായ യേശുക്രിസ്തു നമ്മൾക്ക് സമനായിരുന്നു. അല്ലെങ്കിൽ ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. കാരണം ദൈവരാജ്യത്തിന് അടിസ്ഥാനമാണ് ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ കൽപ്പനകൾ. ആ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപമെന്ന് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ട്രാൻസ്ഗ്രഷൻ ഓഫ് ലോ ഈസ് സിൻ. എന്നാൽ ആ കൽപ്പനകളുടെ ലംഘനം ഒരിക്കലും ക്രിസ്തു നടത്തിയിട്ടില്ല. അതിനർത്ഥം കർത്താവ് യേശു ക്രിസ്തു ശബദ് അനുഷ്ഠിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. സൃഷ്ടിപ്പിൽ തന്നെ ശബദ് അനുസരിച്ചിരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന് ഒരിക്കലും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ കൽപ്പന ലംഘിക്കുവാൻ സാധ്യമല്ല. ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബദ് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും ആ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു എന്ന് തിരുവചനം പറയുന്നു. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തിൽ അവിടുന്ന് സൃഷ്ടിച്ച മാനവകുലത്തിന് തലമുറയായി അവിടുന്ന് വേർതിരിച്ച് നൽകിയ വിശുദ്ധ ശബദിൽ എൻ്റെ ദൈവം അതിനെ ആചരിച്ചിരുന്നു എന്നും അവിടുന്ന് പതിവായി ദേവാലയത്തിൽ പോയിരുന്നത് ആ ദിവസത്തിലായിരുന്നുവെന്നും തിരുവചനം രേഖപ്പെടുത്തുന്നു. ഏറ്റവും ഗ്രേറ്റസ്റ്റ് ശബദ് കീപ്പർ എന്ന് പറയുന്നത് ശബദിനും കർത്താവായിരിക്കുന്ന ശബദിനെ സൃഷ്ടിച്ച അടിയങ്ങളുടെ സ്വർഗത്തിലെ ദൈവമാണ് എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് ആധികാരികമായി ചിന്തിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം, ആ ശബദ് അനുസരിക്കുന്നതിൻ്റെ അനുഗ്രഹം ഈ ലോകത്തിന് എൻ്റെ ദൈവം എന്ന പാപിയായ അടിയനിലൂടെ അവിടെ നിന്ന് വെളിപ്പെടുത്തണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തന്നെ ആമേൻ. നാം തിരുവചനത്തിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് ശബദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ശബദിൻ്റെ ആരംഭം എവിടെയാണ് എന്ന്, അവസാനമില്ലാത്ത ഒന്നാണ് ശബദ് എന്നും കാണുവാൻ സാധിക്കും. സ്വർഗത്തിൽ ശബദുണ്ട് എന്ന നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ ഭൂമിയിൽ ശബദിൻ്റെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു: 6 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ച ദൈവം, ഈ ഭൂമിയെ 6 ദിവസം കൊണ്ട് മനോഹരമാക്കിയ ദൈവം 7-ാം ദിവസത്തെ
അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ആ ദിവസത്തിൽ സ്വർഗത്തിലെ ദൈവം സ്വസ്ഥത ആചരിച്ചു എന്ന് തിരുവചനം പറയുന്നു. ഇവിടെ ശബത്തിൽ ദൈവം ചെയ്ത 3 കാര്യങ്ങളെക്കുറിച്ച് തിരുവചനം രേഖപ്പെടുത്തുന്ന. ഒന്ന്, ശബത്തിനെ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചു, ശബത്തിനെ ശുദ്ധീകരിച്ചു. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവം ആ ദിവസത്തെ മറ്റു ദിവസങ്ങളിൽ നിന്നും വേർതിരിച്ചു എന്നാണ് അർത്ഥം. ശബത്തിനെ സ്വർഗത്തിലെ ദൈവം ഒന്നാമതായിട്ട് അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വചനം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഒന്നിനെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം എന്നേക്കും നിലനിൽക്കും എന്ന്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇവിടെ ശബത്തിനെ അനുഗ്രഹിച്ചു എന്നതിനർത്ഥം ആ ശബത്തിലെ അനുഗ്രഹം എന്നേക്കും നിലനിൽക്കും എന്നാണ്. അതിനുശേഷം തിരുവചനം പറയുന്നു, ശബത്ത് നാളിനെ സ്വർഗത്തിലെ ദൈവം വേർതിരിച്ചു, അല്ലെങ്കിൽ ശബത്തിനെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ഇവിടെ ശുദ്ധീകരിക്കുക എന്നതിന് പകരം നമ്മൾ നോക്കുമ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന പദം അതിനെ വേർതിരിച്ചു എന്നാണ്. മറ്റ് ദിവസങ്ങളിൽ നിന്നും ദൈവം ശബത്തിനെ വേർതിരിച്ചു, അതൊരു പ്രത്യേകതയുള്ള ദിവസമാക്കി മാറ്റി. അതിനുശേഷം ശബത്തിൽ ദൈവം സ്വസ്ഥമായിരുന്നു. എന്തിനാണ് ശബത്തിൽ ദൈവം വിശ്രമിച്ചത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല എന്ന്. ദൈവത്തിനൊരു ഉറക്കത്തിൻ്റെ ആവശ്യമില്ല, മയക്കത്തിൻ്റെ ആവശ്യമില്ല. അത് മനുഷ്യർക്കാണ് വേണ്ടുന്നത്. എന്നാൽ എന്തുകൊണ്ട് ദൈവം ശബത്തിൽ സ്വസ്ഥത ആചരിച്ചു, വിശ്രമിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യന് മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ശബത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക എന്ന് കൽപ്പിച്ച ദൈവം 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുവാൻ കൽപ്പിച്ചു. ഇവിടെ അതേ ദൈവം ശബത്തിൽ മനുഷ്യൻ സ്വസ്ഥമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം അബ്രഹാമിന് മനസ്സിലാക്കി കൊടുക്കുന്നു ശബത്തിൽ എപ്രകാരം വിശ്രമിക്കണം എന്ന്. തുടർന്ന് നാം തിരുവചനത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ മന്നയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, മന്നയുടെ അനുഭവം പഠിക്കുമ്പോൾ, ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈനംദിനം മന്ന നൽകിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഓരോ ദിവസവും ദൈവം മന്ന നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് പറക്കുന്ന മന്ന നാളെ ശേഷിപ്പിച്ചാൽ അത് കൃമിച്ചു നാറിപ്പോകാം. ഓരോ ദിവസവും അന്നെന്നുള്ളത് ഫ്രഷായിട്ട് അവർ കഴിച്ചുകൊള്ളാം. അടുത്ത ദിവസത്തേക്കുള്ളത് ശേഷിക്കുവാൻ പാടില്ല, ദൈവം അടുത്ത ദിവസം അവർക്ക് നൽകാം. എന്നാൽ 6-ാം ദിവസം 7-ാം ദിവസത്തേക്കുള്ള ശബത്തിലേക്കുള്ള മന്നയും കൂടി അവർക്ക് മുന്നമേ തന്നെ ദൈവം നൽകിയിരുന്നു. ആ 6-ാം ദിവസത്തെ മന്ന 7-ാം ദിവസം ശബത്തിൽ ശേഷിപ്പിച്ചിരുന്നാൽ അത് കൃമിച്ച് നശിച്ചു പോവുകയില്ല. അങ്ങനെ ഓരോ ദിവസവും സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് മന്ന നൽകിക്കൊണ്ടിരുന്നു. അത് അടുത്ത ദിവസത്തേക്ക് ശേഷിപ്പിച്ചാൽ അത് കൃമിച്ചു പോകും. എന്നാൽ 6-ാം ദിവസത്തെ മന്ന ശേഷിപ്പിച്ചാൽ 7-ാം ദിവസം കൃമിക്കുകയില്ല. കാരണം ശബത്തിലും ഈ മന്നയാണ് ഇസ്രായേൽ ജനം ഭക്ഷിക്കേണ്ടത്. കാരണം സ്വർഗത്തിലെ ബലവാന്മാരുടെ ആഹാരമാണ് മന്ന. ആ മന്ന സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും വർഷിപ്പിച്ച് നൽകിയിരുന്നു. എന്നാൽ സ്വർഗത്തിൽ 7-ാം ദിനം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിശുദ്ധ ശബത്താകൊണ്ട് മാലാഖമാർ പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കുന്നത് കൊണ്ട് അവിടെ നിന്നും മന്ന വർഷിപ്പിച്ചു കൊടുക്കുവാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ മന്നയുടെ അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ശബത്തിൻ്റെ അനുഗ്രഹങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ വിരലുകളാൽ കൽപ്പലകയിൽ എഴുതി കൽപ്പനകൾ 10 മോശയുടെ കരങ്ങളിൽ നൽകുമ്പോൾ ദൈവസിംഹാസനത്തിന് അടിസ്ഥാനമായിട്ട് സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകത്തിനുള്ളിൽ വയ്ക്കുവാൻ ദൈവം നൽകി. അതിൻ്റെ മധ്യത്തിലാണ് ദൈവം വസിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കാം. ആ കൽപ്പനകൾ നൽകുമ്പോൾ അതിൽ 4-ാമത്തെ കൽപ്പനകളുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് ഈ ശബത്തിനെ കുറിച്ച് എഴുതി നൽകുന്ന ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഒരു വേലയും ചെയ്യരുത് എന്ന സ്വർഗത്തിലെ ദൈവം മോശ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനങ്ങളോട് കൽപ്പിച്ചു. അത് മാനവകുലത്തിന് തലമുറയായുള്ള നിയമമാണ് എന്ന് കാണുവാൻ സാധിക്കും. ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, 7-ാം ദിനം 6 ദിവസം നിങ്ങൾ വേല ചെയ്യണം, 7-ാം ദിവസം സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്, അന്ന് വിശുദ്ധ സഭായോഗം കൂടെയാണ്.
ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതായിട്ടുള്ള ദിവസമാണ് ശബത്ത് എന്ന് കാണുവാൻ സാധിക്കും. തിരുവചനത്തിലുടനീളം പല സാഹചര്യങ്ങളിലും ഇസ്രയേൽ ജനം ഈ ശബത്തിനെ മറക്കുന്നതായിട്ടുള്ള വേളയിൽ സ്വർഗത്തിലെ ദൈവം പ്രവാചകന്മാരെ അയച്ച് അവരെ ശബത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. യെരൂശലേം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് ദൈവം കൽപ്പിക്കുന്നത് അവർ ചുവട് ചുമന്നുകൊണ്ട് യെരൂശലേമിലേക്ക് കടന്നു വന്ന് ശബത്തിൽ തങ്ങളുടെ വേലകളെ ചെയ്തിരുന്നത് കൊണ്ടും ശബത്തിനെ അലക്ഷ്യമാക്കി കളഞ്ഞതുകൊണ്ടും ദൈവം യെരൂശലേം ദേവാലയത്തെ നശിപ്പിക്കും, യെരൂശലേം പട്ടണത്തെ നശിപ്പിക്കുമെന്ന് പറയുന്ന, അങ്ങനെ അവർ നശിപ്പിച്ച് കളഞ്ഞ അല്ലെങ്കിൽ ആചരിക്കാതിരുന്ന ശബത്തിന് എണ്ണത്തിനൊത്തവണ്ണം 70 വർഷക്കാലം ഇസ്രയേൽ ജനം ബാബിലോണിന് അടിമകളായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ ഈ സമയത്ത് ദൈവം പ്രവാചകന്മാരിലൂടെ, സ്വർഗത്തിലെ ദൈവം പ്രവാചകന്മാരിലൂടെ ഇസ്രയേൽ ജനങ്ങളെ ശബത്ത് ആചരിക്കേണ്ടതിൻ്റെ, ശബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉണർത്തിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവർ അത് തിരസ്കരിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം യെരൂശലേം ദേവാലയത്തെ നശിപ്പിച്ചു എന്ന് കാണുവാൻ സാധിക്കാം. തുടർന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-20 വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാണ് എന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി ശബത്ത് ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ ഒരു അടയാളമാണ് എന്ന്. നമുക്കറിയാം, ലോകത്തിൽ പലവിധമായിട്ടുള്ള അടയാളങ്ങളുണ്ട്. ദൈവം ജലപ്രളയത്താൽ ഈ ലോകത്തെ നശിപ്പിക്കുകയില്ല എന്ന് വാക്തത്വം ചെയ്ത് ആകാശത്ത് മഴവില്ല് വച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അപ്രകാരത്തിൽ ദൈവം ദൈവത്തിൻ്റെ ജനത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന അടയാളം ശബത്ത് അടയാളമാണ്. ദൈവം പറയുന്നു, ദൈവം സ്വർഗത്തിലെ ദൈവത്തെ മണവാളൻ അല്ലെങ്കിൽ ഭർത്താവിനോടും ദൈവത്തിൻ്റെ സഭയെ മണവാട്ടി സ്ത്രീയോടും ഉപമിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അവർക്ക് വിവാഹത്തിന് അടയാളം ഇരിക്കുന്നത് പോലെ ഇവിടെ കർത്താവായ ദൈവം ദൈവത്തിൻ്റെ ജനത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന അടയാളം ദൈവത്തിൻ്റെ ശബത്താണ്. അപ്പോൾ ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ശബത്ത് എന്ന് കാണുവാൻ സാധിക്കാം. യഹൂദന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്ന ഒന്നാണ് ശബത്ത് എന്ന് കാണുവാൻ സാധിക്കാം. യെശയ്യാപ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ പറയുന്നു, യഹോവയുടെ ശബത്ത് ദിവസം എന്ന്. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനൊരു ദിവസമുണ്ട് എന്നും അത് ശബത്താണ് എന്നും പുറപ്പാട് 20-8 അതുപോലെ തന്നെ ഇവിടെ യെശയ്യാപ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നു. അതുപോലെ യെശയ്യാപ്രവചനം 66-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കുവാനിരിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ആരാധനാ ദിവസം ശബത്താണ് എന്ന്. സകല ജഡവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമസ്കരിക്കുവാൻ പോകുന്ന ദിവസം ശബത്താണ് എന്ന് തിരുവചനം പറയുന്ന. അപ്പോൾ നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്ന ഒന്നാണ് ശബത്ത് എന്ന് പഴയ നിയമപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന. സൃഷ്ടിപ്പ് മുതൽ പുനഃസൃഷ്ടി വരെ ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒന്നാണ് ശബത്ത്. അത് ദൈവകൽപ്പനയുടെ മധ്യത്തിൽ വസിക്കുന്നു, അത് ദൈവസിംഹാസനത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നിടത്തിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, പിന്നെ കർത്താവ് യേശുക്രിസ്തു പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ പോയി വായിക്കാൻ എഴുന്നേറ്റ് നിന്നു എന്ന് തിരുവചനം പറയുന്ന. ക്രിസ്തുവിൻ്റെ ഓരോ ആഴ്ചയിലും ശബത്ത് അനുസരണത്തെക്കുറിച്ച് തിരുവചനം പറയുന്ന. കാരണം സൃഷ്ടിപ്പ് നടത്തിയ കർത്താവ് യേശുക്രിസ്തു ശബത്തിൽ സ്വസ്ഥമായിരുന്നു, ശബത്തിനെ അനുഗ്രഹിച്ചു, മറ്റു ദിവസങ്ങളിൽ നിന്നും വേർതിരിച്ചു. ആ ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരിക്കലും ശബത്ത് ലംഘിക്കുവാൻ സാധ്യമാവുകയില്ല. കാരണം ആ ക്രിസ്തു സൃഷ്ടിച്ചതാണ് ശബത്ത്. ആ ക്രിസ്തു സൃഷ്ടിച്ച ശബത്തിൽ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി പുത്രനായ ക്രിസ്തു ശബത്തിൽ പള്ളിയിൽ പോയി ഈ ലോകത്തിന് മാതൃക കാണിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോസ്തലന്മാരുടെ മാതൃക. കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം രാജ്യത്തിൻ്റെ സുവിശേഷവുമായി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും സഞ്ചരിച്ച അപ്പോസ്തലന്മാർ ശബത്ത് അനുഷ്ഠിച്ചിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായവും മറ്റ് അധ്യായങ്ങളൊക്കെയും രേഖപ്പെടുത്തുന്നു. അപ്പോൾ ക്രിസ്തു തുടങ്ങി അപ്പോസ്തലന്മാരുടെ സമയം വരെയും ഈ ശബത്ത് ലോകത്തുണ്ടായിരുന്നു. നമ്മൾ മുന്നമേ മനസ്സിലാക്കി യെശയ്യാ പ്രവചനത്തിൽ നിന്നും പുറപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്തൃദിവസം ശബത്താണ് എന്ന്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ക്രിസ്തു ലോകത്തിനോട് പറഞ്ഞു, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു.
കർത്താവായ യേശു ക്രിസ്തു ശബദിനും കർത്താവാണ് എന്ന് ലോകത്തെ പറഞ്ഞു കേൾപ്പിച്ചു. AD 95 പത്മോസ് ദ്വീപിലായിരിക്കുന്ന വെളിപ്പാടുകാരനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന്. കർത്താവിൻ്റെ ദിവസം ശബത് ദിനം. ആ കർത്തൃദിവസത്തിൽ ഇവിടെ വെളിപ്പാടുകാരനായ യോഹന്നാൻ ആത്മവിവശനായിക്കൊണ്ട് രാജാതിരാജാവും കർത്താവുമാവുന്ന വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. കർത്തൃദിവസത്തിൽ 7-ാം ദിനത്തിൽ അന്ന് പത്മോസ് ദ്വീപിൽ നിൽക്കുന്ന വെളിപ്പാടുകാരനായ യോഹന്നാന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും ദർശനങ്ങളെ ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുക. ക്രിസ്തുവിൻ്റെ സമയം മുതൽ ശബത്തുണ്ടായിരുന്നു എന്ന്, എന്നാൽ വെളിപ്പാടുകാരനായ യോഹന്നാന്റെ സമയം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് ശേഷം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്ത് സംഭവിക്കും, പുതിയ ഭൂമിവരെയും എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം കർത്തൃദിവസം. ആ കർത്തൃദിവസത്തിൽ യോഹന്നാൻ അപ്പോസ്തലന് ദർശനങ്ങളെ ലഭിക്കുന്നു. ഈ ലോകത്തിന് എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് വെളിപ്പെടുത്തി കിട്ടുന്നു. നമ്മുടെ ജീവിതത്തിലും ദർശനങ്ങളെ ലഭിക്കുവാൻ നമ്മൾ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്തൃദിവസത്തിൽ കർത്താവായ ദൈവം നമുക്കത് നൽകാം. ആ ക്രിസ്തു നമ്മളെ അനുഗ്രഹിക്കാം. ആ കർത്തൃദിവസത്തിൽ കർത്താവ് യേശു ക്രിസ്തു അനേകം അത്ഭുതങ്ങൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതായിട്ട്, രോഗസൗഖ്യങ്ങളെ നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ചു നൽകുന്ന ദിവസത്തിലാണ് നമുക്കും രോഗസൗഖ്യങ്ങൾ ലഭിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ശബത്ത് തോറാം കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ പള്ളിയിൽ പോകേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും വലുതാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എബ്രായർക്ക് സ്വന്തം ജനത്തിന് ലേഖനം എഴുതുമ്പോൾ അവർ ശബത്ത് അനുസരണത്തിൽ ഊറ്റം കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജനത്തോട് പറയുകയാണ്: ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും ആ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. ഇവിടെ സകലത്തെയും സൃഷ്ടിച്ച ദൈവം, ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം, 6 ദിവസം കൊണ്ട് സകലത്തെയും മനോഹരമാക്കിയ ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ആ ദിവസത്തിൽ സ്വസ്ഥത ആചരിച്ചു എന്ന് കാണുവാൻ സാധിക്കും. സ്വർഗത്തിലെ ആരാധനാ ദിവസം വിശുദ്ധ ദിവസമാണ് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, പിന്നെ ശബത്ത് തോറും അമാവാസി തോറും സകല ജഡവും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് സ്വർഗത്തിലെ ദൈവത്തെ നമസ്കരിക്കുമെന്ന്. സ്വർഗത്തിലെ ആരാധനാ ദിവസം ശബത്താണ് എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ശബത്തിലാണ് എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കർത്താവായ യേശു ക്രിസ്തു നമ്മളെ മേയ്ക്കുമെന്ന്, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ നയിക്കുമെന്ന്, ആ ക്രിസ്തുവിനെ നമ്മൾ മുഖാമുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുമെന്നും തിരുവചനം പറയുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരമെന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരമായിരിക്കുന്ന ആ കൂടാരത്തിൽ നമ്മൾ ശബത്തിൽ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു ചെല്ലുമെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. എന്നാൽ ദ ഗ്രേറ്റസ്റ്റ് സാബത്ത് കീപ്പർ കർത്താവായ യേശു ക്രിസ്തു, സൃഷ്ടിപ്പിൽ ശബത്ത് അനുസരിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലായിരുന്നപ്പോഴും ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ പോയിരുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. അതേ ക്രിസ്തു പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മോടൊപ്പം ശബത്തിൽ സ്വസ്ഥമായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, യെശയ്യാപ്രവചനം 66-ാമത്തെ അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ ദൈവത്തോടൊപ്പം സ്വസ്ഥത ആചരിക്കുമ്പോൾ നമ്മൾ ആ ക്രിസ്തുവിനെ കാണുന്നില്ല എങ്കിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവം നമുക്കുണ്ടാക്കുവാനിരിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും രൂപാന്തരം പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിനെ കണ്ട് ശബത്ത് ആചരിക്കുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ചിന്തിച്ചു നോക്കുക, AD 95 വരെ ശബത്തിനെ കുറിച്ച് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം
AD 321 വരെ ഈ ലോകത്ത് ശബത്ത് ആചാരമുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോസ്തലന്മാരുടെ കാലത്ത് ശബത്ത് നിലനിന്നിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രേഖപ്പെടുത്തുന്നു. AD 321 വരെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുന്നതായിട്ടുള്ള സമയം വരെ ശബത്തായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനുണ്ടായിരുന്ന ദിവസം. എന്നാൽ AD 321 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ച് സഭയോട് ചേർന്നതോടുകൂടി സഭയിലേക്ക് നിരവധിയായിരിക്കുന്ന ദുരാചാരങ്ങളും അനാചാരങ്ങളും കടന്നു വന്നു. വിഗ്രഹാരാധന, പുണ്യവാളന്മാരുടെ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥന, പാപപരിഹാര ചീട്ട് തുടങ്ങിയതായിട്ടുള്ള മ്ലേച്ഛതകളോടൊപ്പം ശബത്തിൻ്റെ വിശുദ്ധിയെ അവർ ഞായറാഴ്ചയിലേക്ക് മാറ്റിക്കളഞ്ഞു എന്ന് കാണുവാൻ സാധിക്കാം. കത്തോലിക്ക സഭയുടെ കാറ്റക്കിസം എന്ന പുസ്തകത്തിൽ വളരെ സ്പഷ്ടമായിട്ട് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു, ശബത്താണ് തിരുവചനാടിസ്ഥാനത്തിൽ ആരാധനാ ദിവസം. എന്നാൽ ആ ശബത്തിൻ്റെ പരിശുദ്ധിയെ തങ്ങൾക്ക് ലഭിച്ച അധികാരത്തിൽ കത്തോലിക്ക സഭ ശബത്തിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിക്കളഞ്ഞു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. എന്നാൽ തിരുവചന അടിസ്ഥാനത്തിൽ ഇതൊന്നും ശരിയല്ല എന്ന് കാണുവാൻ സാധിക്കും. കാരണം തിരുവചന അടിസ്ഥാനത്തിൽ ആരാധനാ ദിവസം ശബത്താണ്, ഞായറാഴ്ചയല്ല. ശബത്തിൻ്റെ പരിശുദ്ധി ഒരിക്കലും ഞായറാഴ്ചയിലേക്ക് നീക്കിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവമോ അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കുള്ള ആരാധനാ ദിവസം എന്ന് പറയുന്നത് ശബത്താണ്. ആ ശബത്ത്, ദ ഗ്രേറ്റസ്റ്റ് സാബത്ത് കീപ്പർ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകുകയും ആ ശബത്തിൽ സ്വസ്ഥത ആചരിച്ച് നമുക്ക് കാണിച്ചു തരികയും ആ ക്രിസ്തു മനുഷ്യപുത്രനായി ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ശബത്തിൽ പതിവ് പോലെ ദേവാലയത്തിൽ കടന്നു ചെന്ന് ആരാധന കഴിച്ചിരുന്നു എന്നും കാണുവാൻ സാധിക്കാം. അതുകൊണ്ട് ദൈവം ഒരുക്കുന്ന വിശുദ്ധ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പാപവും ദുഷ്ടതയും കഷ്ടതയും പ്രയാസവും ഒന്നുമില്ലാത്തതായിട്ടുള്ള പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ആ ക്രിസ്തുവിനോടൊപ്പം ശബത്ത് ആചരിക്കണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്വസ്ഥതയിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ശബത്ത് അനുസരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കാരണം ഫ്രം ദ ബിഗിനിങ്, സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ കർത്താവായ യേശു ക്രിസ്തു 7-ാം ദിവസത്തിൽ സ്വസ്ഥത ആചരിച്ച് നമുക്ക് കാണിച്ചു തന്നു. ആ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴും 7-ാം ദിനത്തിൽ പതിവ് പോലെ ദേവാലയത്തിൽ പോയി പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും സകല ജഡവും ആ ക്രിസ്തുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുവാൻ വരും. ആ കൂട്ടത്തിൽ നമ്മളുമായിരിക്കണമെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം ഇന്ന് ഈ നാളുകൾ മുതൽ, ഈ സത്യം അറിയുന്ന സമയം മുതൽ നമ്മൾ 7-ാം ദിനത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും ഒരുക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി നിങ്ങളെ നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ശബത്ത് ആചരിച്ചതിനെക്കുറിച്ച്, അവിടുന്ന് ശബത്തിനും കർത്താവാണ് എന്ന്, അവിടുന്ന് അങ്ങയുടെ ജനത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന അടയാളം ശബത്താണ് എന്നോട് ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന കബോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയോടൊപ്പം മൃഗീയ മന്ദിരത്തിൽ അങ്ങ് ഒരുക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ശബത്ത് അനുസരിക്കുവാൻ ഇവിടുന്ന് അടിയങ്ങളെ പ്രാപ്തരാക്കി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നീക്കും ജീവിക്കുന്ന യേശു നാമത്തിൽ ആമേൻ.